ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച 2 കൊറിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് പൊട്ടിക്കാന്നേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കൊറിയേഴ്സ് കിട്ടിയാൽ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കണം. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ സ്വഭാവം? ഞാനിപ്പോൾ ഇത് പൊട്ടിക്കാൻ പോവാണേ. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കണതാണ് കേട്ടോ. അപ്പോഴാണിത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പിന്നെ പൊട്ടിച്ച് നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കണമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ബ്ലേഡ് എടുത്ത് അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങി. ഇതാണെങ്കിൽ പൊട്ടിച്ചിട്ട് പൊട്ടണമില്ല. പിന്നെ ഏതൊക്കെയോ വഴി കൂടി ഞാൻ അവസാനം പൊട്ടിച്ചെടുത്ത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കൊറിയേഴ്സൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പാരൻസ് ആണോ പൊട്ടിക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ പൊട്ടിക്കുന്നത്? അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസൊന്നും കാണാത്തവർ ഓടിപ്പോയി കണ്ടിട്ട് തന്നെ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റും ചെയ്യണം. ഈ പെട്ടിയൊന്നും ഞാൻ കളയില്ല കേട്ടോ. ഇതുകൊണ്ട് ഞാനൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് കമൻറ്റ് ചെയ്യണം. അവർക്ക് ഒരു സ്പെഷ്യൽ ഗിവ് അവേ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാത്തിരുന്ന ഐറ്റം. അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കണേണ്. ഇത് കയ്യിൽ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ പൊട്ടിച്ചും കൂടി നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവർ താങ്ക് യു കാർഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല പാക്കിംഗ് ആണ് ഇവരുടെ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ നിങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ മീഷോ എന്നൊക്കെ ആണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിത് പൊട്ടിക്കും തോറും എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കൂടാറില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ താങ്ക്സ് കാർഡ്. നല്ല പൂക്കളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊന്നുമില്ല, പക്ഷേ മുമ്പിലത്തെ സൈഡ് നല്ല ഭംഗിയാക്കി അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ കാർഡ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കാണ് കേട്ടോ. അപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കീ ഒക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചേക്കുന്ന ബുക്ക് പോലെയാണ് കേട്ടോ ഇത്. ബുക്ക് തുറന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കീ ആണ് കേട്ടോ. നിങ്ങൾക്കും കീ ആണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കീ ആണ് ഇതിൽ ലോക്കായിട്ട് വെച്ചേക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഈ ബുക്കിന് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ യൂണിക്കോണിൻ്റെ ഡയറീസ്, ബാർബീസിൻ്റെ ഡയറീസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കീ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. അതിൽ കീ പെർഫെക്റ്റ് ആയിട്ട് വെക്കാം. അപ്പം ഞാൻ ഈ കീ മാറ്റി തുറക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ നല്ല നീട്ടമുള്ള വള്ളിയാണേ. അപ്പം നമ്മുടെ ബുക്ക് തുറന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജേർണൽ ബുക്ക്. ഇതിൽ നല്ല കട്ടിയുള്ള പേജസ് ആണ് കേട്ടോ ഈ ബുക്കിലെ. ഇതിലാണെങ്കിൽ കുറേ പേജസ് ഉണ്ട്. അപ്പം ഞാൻ ഇത് തിരിച്ചടച്ചു വെക്കാണ് കേട്ടോ. അപ്പം ഇതിലെ വള്ളിയൊക്കെ ചുറ്റി തിരിച്ച് അതുപോലെ തന്നെ അടച്ചു വെക്കാണ്. എനിക്കാണെങ്കിൽ ഇതിലെ താക്കോൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് വെക്കുകയാണ്. അപ്പം ഇതിൽ സൈഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ബുക്ക് അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ.